الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സോഷ്യൽ മീഡിയക്ക് വളരെ ആധിപത്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫോൺ ചില്ലറക്കാരനല്ല, ലോകത്തോളം വലുപ്പമുള്ളതാണ്, വികാസമുള്ളതാണ്. അല്ലെങ്കിൽ ലോകം മുഴുവനും അതിലേക്ക് ചുരുട്ടി താഴ്ത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം അനുഭവിച്ചറിയും. അള്ളാഹുവിൻ്റെ വലിയൊരു നിഅമത്ത് കൂടിയാണ്. നമ്മുടെയൊക്കെ അഡ്രസ്സായി ഫോണ് മാറിയിട്ടുണ്ട്. ഒരാളെ പരിചയപ്പെടുമ്പോൾ വീടറിയണമെന്നില്ല, നാടറിയണമെന്നില്ല, നമ്പർ ചോദിച്ചാൽ മതി. പഴയ കാലത്തൊക്കെ കത്തിടപാടുകളൊക്കെ ആയിരുന്നു ആശയവിനിമയത്തിനെങ്കിൽ തത്സമയം വീഡിയോ ചാറ്റ് വഴി ലോകത്തെവിടെ വെച്ചും ആശയവിനിമയം നടത്താൻ കഴിയുന്നത് ഫോൺ കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങൾ വളരെ പെട്ടെന്ന് ഫോണിലൂടെ രൂപപ്പെടുന്നുണ്ട്. പുതിയ പുതിയ ബന്ധങ്ങൾ, പഴയകാല ബന്ധം കാത്തു സൂക്ഷിക്കാനും കഴിയുന്നുണ്ട്. പ്രായമുള്ള ആളുകൾ പോലും കൂടെ പഠിച്ച ആളുകളുമായി ഒന്നിച്ചിരിക്കുകയും അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഫോണുള്ളത് കൊണ്ടാണ്. നല്ല അഭിപ്രായ സ്വാതന്ത്ര്യം, എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യം ഈ ഫോണിലൂടെ സാധ്യമാകുന്നത് നമ്മൾ അനുഭവിക്കുകയാണ്. ഒരുപാട് സാമൂഹിക സേവനങ്ങൾ, രക്തദാനം, ഒരുപാട് ജീവൻ രക്ഷപ്പെടുകയാണ്. ഫോണില്ലെങ്കിൽ ഒക്കെ അവതാളത്തിലാകുമായിരുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വളരെ പെട്ടെന്ന് നമുക്ക് നടത്താൻ കഴിയുന്നത് ഈ ഫോണ് നമ്മുടെ കൈവശമുള്ളത് കൊണ്ടാണ്. ഇസ്ലാം ഒരിക്കലും ഒരു ഉപകരണത്തെയും നിഷിദ്ധമാക്കുന്നില്ല. മറിച്ച് ഏതുപകരണത്തിനും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് അല്ലാഹു തആല ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൽ ഈ കാലഘട്ടത്തിൽ ആ വസ്തുക്കളെ എണ്ണുമ്പോൾ പ്രഥമ പട്ടികയിൽ തന്നെ നാം എണ്ണേണ്ടി വരുന്ന
കാര്യമാണ് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ ഫോണും ഒക്കെ. ഇനി മതരംഗം പറയുകയാണെങ്കിൽ എവിടെ വെച്ചും ആരുടെ ക്ലാസ് വേണമെങ്കിലും നമുക്ക് കേൾക്കാം. ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ജുമുഅ ഖുതുബ കേൾക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കാം. ഖുർആൻ പഠിക്കാം. ഏത് ഭാഷയിൽ വേണമെങ്കിലും പഠിക്കാം. ഏത് പണ്ഡിതന്റെ ക്ലാസ്സും നമുക്ക് ശ്രമിക്കാം. ഹദീസ് പഠിക്കാം. ഇതിനെല്ലാം പറ്റുന്ന വിധത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണിത്. ഇതെല്ലാം ഒരു വശത്തുണ്ടെങ്കിലും സാമൂഹിക സാഹചര്യവും നമ്മുടെ ജീവിതവും ആകെ ഈ ഫോണ് മാറ്റിമറച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ആകെ മാറ്റിമറച്ചിട്ടുണ്ട്. കാരണം മുമ്പ് സോഷ്യൽ മീഡിയ ആധിപത്യം കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ബന്ധങ്ങൾ കുറവായിരുന്നു. പക്ഷെ ഉള്ള ബന്ധത്തിന് നല്ല കഴമ്പു ആഴം ഉണ്ടായി. ഇന്ന് ബന്ധങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ആ ബന്ധങ്ങൾ മുഴുവനും ഒരു ഉപരിതല ബന്ധമാണ്. ആഴമില്ല, ആത്മാർത്ഥതയില്ല, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് സംശയങ്ങളോടുകൂടിയാണ് ഏത് മേഖലയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ചതിക്കപ്പെടാം. അതുപോലെ മുഖാമുഖം കണ്ട് അതൊരു വികാരമാകുന്ന സാഹചര്യമില്ലാതായിരിക്കുന്നു. കുടുംബ ബന്ധം ചേർക്കലൊക്കെ അതും ഓൺലൈനായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സന്ദർശനമില്ല, പുഞ്ചിരിയില്ല. പ്രയാസപ്പെടുന്ന ആളുകളുടെ കണ്ണീരൊപ്പുന്ന സാന്ത്വനത്തിന്റെ കെട്ടിപ്പിടുത്തം, ഹസ്തദാന ആലിംഗനം, ഇതെല്ലാം വികാരങ്ങളായ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതെല്ലാം മാറി. ആ വികാരങ്ങൾക്ക് പകരം ഇന്ന് ഇമേജും സ്റ്റാറ്റസും ലൈക്കും ഇതൊക്കെയായി നമ്മുടെ വികാരങ്ങൾ മാറിയ ഒരാനുകാലിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. സമയമുണ്ടാകണം. ഇന്ന് ദുഃഖം പോലും സ്റ്റാറ്റസ് വെക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരുടെയും സ്വകാര്യതയ്ക്ക് ഭീഷണിയുണ്ട്. എപ്പോൾ വേണമെങ്കിലും സൈബർ ആക്രമണം നേരിട്ടേക്കാം. പണ്ടൊക്കെ കള്ളം കയറി കാശ് കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വീട് കുത്തി തുറന്നു എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക. ഇപ്പൊ മൊബൈൽ കെണിയാണ്. ആരാ പെടുന്നത്? അഭ്യസ്ത വിദ്യരായ ആളുകൾ പോലും പെട്ടുപോകുന്ന മൊബൈൽ കെണികൾ. ഇതിനൊന്നും മതനിയമം ബാധകമല്ല എന്ന രൂപത്തിലാണ് മുസ്ലിം സമൂഹം വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ? അത് മൊബൈലല്ലേ. അതുപോലെ തന്നെ മതവൈരം വളർത്തുന്നത്, സാമൂഹിക സ്പർദ്ധ, മതങ്ങൾ തമ്മിലുള്ള അനൈക്യം, സംഘടനകൾ തമ്മിലുള്ള അകലം, ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് മൊബൈൽ. മറ്റാരുടേതുമല്ല, നമ്മുടെ മൊബൈൽ. ഇന്ന് മൂല്യനിർണയം നടത്തുന്നത് എങ്ങനെയാ? എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട്, എത്ര ഷെയർ ഉണ്ട്, ഇതൊക്കെയല്ലേ നോക്കുന്നത്. ക്വാളിറ്റി അല്ല, ആത്മാർത്ഥമായുള്ള പരിശോധനയല്ല. കുടുംബം അകലുന്നതും ഒരു വേള കുടുംബം പൊട്ടിപ്പോകുന്നതും മൊബൈലിലൂടെ തന്നെയാണ്. അതിന്റെ ദുരുപയോഗം കൊണ്ടാണ് ഒരു വേള കുടുംബം രൂപപ്പെടുന്നത് വരെ ആലോചനകൾ നടക്കുന്നത്. ഇതെല്ലാം ഇപ്പോ മൊബൈലിലൂടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് വശങ്ങൾ മാത്രം, ഗുണകരമായത് മാത്രം കാണിക്കുകയും റിയലായി ജീവിതം തുടങ്ങുന്ന സമയത്ത് മുഖകാന്തിയും ശരീര സൗന്ദര്യവും കണ്ട് രൂപപ്പെട്ട ബന്ധം അത് കുറയുമ്പോൾ സ്നേഹം നഷ്ടപ്പെടുന്ന, കുടുംബം പിരിയുന്ന ഒരവസ്ഥയിലേക്ക്
കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മതരംഗത്ത് ഒരുപാട് ദുരന്തങ്ങൾ ഇതുകൊണ്ടുണ്ടാകുന്നു. ഏതാണ്ട് എല്ലാ അമലുകളും പ്രവർത്തനങ്ങളും സേവനങ്ങളും പ്രകടനാത്മകമാകുന്നത് ഈ മൊബൈലിന്റെ ദുരുപയോഗം കൊണ്ട് തന്നെയാണ്. റിയാ ലോകമാന്യം എന്നൊക്കെ പറയാറുണ്ട്. റിയാ ലോകമാന്യം എന്നൊക്കെ പറയുന്നത് അപൂർവമായി എപ്പോഴെങ്കിലും സംഭവിച്ചേക്കാവുന്ന ഒരു പേടി സ്വപ്നമായിരുന്നുവെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നതിന്റെ വിപരീതമായ ഇഖ്ലാസ്, അമല് സ്വീകരിക്കാനുള്ള ഇഖ്ലാസ്, അതിന് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ ഇഖ്ലാസ് ഉള്ളത്? ദാനധർമ്മത്തിലുണ്ടോ? ഒക്കെ ഫോട്ടോ എടുത്ത് കാണിച്ച് പ്രചരിപ്പിച്ച് തവാഫ് ചെയ്യുമ്പോ അത് റിയലായി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ച്, ഞാൻ ഒന്നാമത്തെ ഹജ്ജിനല്ല 2ാമത്തെ ഹജ്ജിന് പോയപ്പോ കൊണ്ടുവന്ന പാത്രത്തിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഹജ്ജ് നഷ്ടപ്പെട്ടു പോയ കഥ. എന്നാൽ അത് ലോകമാന്യമായിരുന്നുവെന്ന്. അതുപോലെ സൂറ മാഊനിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ സ്ഥിതി, അവർക്ക് നരകമുണ്ട് എന്നത് നാം പഠിച്ചു. അങ്ങനെ വരുമ്പോ നമ്മുടെ ഏത് ഇബാദത്താണ് സ്വീകരിക്കപ്പെടുക? ആ രൂപത്തിൽ മുഴുവനും പരസ്യപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ബിദ്അത്തുകൾ, ഇതാ വരുന്ന ക്രിസ്മസ്, അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുന്നവരുടെ ക്രിസ്മസ് ആഘോഷിക്കാൻ ഉപയോഗപ്പെടുത്തുന്നതും ഫോണാ. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം ആകാശം പൊട്ടിപ്പിളറാറായിരിക്കുന്നു എന്ന് അള്ളാഹു താല പറഞ്ഞ, അവന്റെ വെറുപ്പ് അള്ളാഹു പ്രകടിപ്പിച്ച ആ കാര്യം പോലും ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ സമൂഹം. എന്താ? കൈവിരൽ കൊണ്ട് നടത്തുന്ന ഷെയറിംഗ് അല്ലേ? ഒരു കുഴപ്പമില്ല. അതത്ര വലിയ കുറ്റാണോ? മതസൗഹാർദ്ദല്ലേ? ഇതെല്ലാം നടക്കുന്നത് ഫോണിലൂടെയാണ്. ഒരു ഭാഗത്ത് ഫത്വകൾ, ആർക്ക് വേണമെങ്കിലും ഫത്വ കിട്ടും, ആർക്ക് വേണമെങ്കിലും കൊടുക്കുകയും ചെയ്യാം. ആഴമില്ലാത്ത അറിവുകൾ വർദ്ധിച്ചു. ഫോണിന്റെ മറ്റൊരു ദുരന്തമാണ്, നാവിനു പകരം കൈവിരലുകൾ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ നാവിന്റെ നിയമം കൈവിരലുകൾക്ക് ബാധകമാണ് എന്ന ബോധം നമുക്കില്ലാതായി പോയതിന്റെ പേരിൽ പലതും പറയാൻ പഠിച്ചിരുന്ന നമ്മൾ പലതും ഷെയർ ചെയ്യാൻ പഠിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. മൗനം ആരാധനയാണെന്ന് പഠിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ കൈ അടക്കി വെക്കൽ ആരാധനയാണ് എന്ന് പഠിപ്പിക്കപ്പെടേണ്ട കാലത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഫലാ തഖതു ബികഫിക ഗൈറ ഷൈഇൻ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. നാളെ ആഖിറത്തിലെത്തിയാൽ കാണൽ ഗുണകരമായ സന്തോഷകരമായ കാര്യമല്ലാതെ കൈകൊണ്ട് ചെയ്യരുതേ എന്ന് സമൂഹത്തെ നിരന്തരമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ നിന്ന് കിട്ടിയാലും ഫോർവേഡ് ചെയ്യും. അതാർക്കെതിരാണെങ്കിലും, ആരെ വഷളാക്കുന്നതാണെങ്കിലും, ആരുടെ അഭിമാനം പിച്ചിച്ചെന്തുന്നതാണെങ്കിലും. അള്ളാഹ് പറഞ്ഞു ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ, ഏതെങ്കിലും ഒരു തെമ്മാടി ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ, അത് ഫോണിലൂടെ അതല്ലെങ്കിൽ ശബ്ദത്തിലൂടെ ഏതെങ്കിലും വിധേന ഒരു വാർത്ത നമുക്ക് കിട്ടി, ഫതബയ്യനു, നിങ്ങൾ കൃത്യമായി അന്വേഷിച്ച് പഠിക്കണം. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, നിങ്ങൾ വിവരമില്ലാതെ ഒരു ജനതയെ വേദനിപ്പിച്ചേക്കാം. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ അങ്ങനെ ചെയ്തു പോയതിൽ പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹൽ യകുബ്ബുൻ നാസ അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ജനങ്ങൾ മുഖം കുത്തി നരകത്തിലേക്ക് ആപതിക്കുന്നത് അവരുടെ നാവ് ചെയ്ത കുറ്റങ്ങൾ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണെന്ന്. എന്ന് പറഞ്ഞാൽ നിരന്തരമായി ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള സംസാരം, ഏഷണി, പരദൂഷണം, അത് മുഴുവനും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് മൊബൈലാണ്. ഗീബത്ത് പറയുന്നത് മൊബൈൽ കൊണ്ടാ. ഏഷണിയോ അതും മൊബൈൽ കൂടെ തന്നെയാ, അല്ലാതെ സംസാരമില്ല. അതുകൊണ്ട് നല്ലത് മാത്രം പറയുക, പറയേണ്ടത് മാത്രം പറയുക,
നല്ലതിനു മാത്രം ഉപയോഗപ്പെടുത്തുക. ചീത്ത കാര്യങ്ങൾ, അനാശ്വാസ പ്രവണതകൾ എല്ലാം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഫോണിലൂടെയല്ലേ? മ്ലേച്ഛമായ സംഗതികൾ. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന, ഒരു വിഭാഗം ആളുകൾ, യുഹിബ്ബൂന, അവരിഷ്ടപ്പെടുന്നു, അന്തശീ അൽ ഫാഹിഷ, ചീത്ത വ്യാപിക്കണം, ചീത്തയെ പ്രചരിപ്പിക്കണം, ഫില്ലദീന ആമനു, വിശ്വാസികൾക്കിടയിൽ. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട്, അത്തരം മാനസികാവസ്ഥയുള്ളവരുണ്ട്. ലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. എവിടെ? ഫിദ്ദുന്യാ വൽ ആഖിറ, ദുനിയാവിലുണ്ട് ആഖിറത്തിലുണ്ട്. ആളുകളെ വഷളാക്കാൻ നടന്നാൽ ആഖിറത്തിന് മാത്രമല്ല ശിക്ഷ, ദുനിയാവിലും ശിക്ഷ ഉണ്ട്. കാരണം നമ്മൾ പറയാറില്ലേ, ഒരു വിരൽ ഒരാളെ കൊള്ള ചൂണ്ടിയാൽ ഒരുപാട് വിരലുകൾ നമ്മെക്കൊള്ള തിരിച്ചു ചൂണ്ടുന്നുണ്ട്, നമ്മുടെ കൈപ്പത്തിയിൽ നിന്ന് തന്നെ. അപ്പൊ നമുക്കറിയാം, ആരെ നമ്മൾ വസലാക്കാൻ ശ്രമിച്ചാലും റസൂലുള്ളാഹി അത് പഠിപ്പിച്ചു തന്നത്, മൻ തതബ്ബഅ ഔറത അഖീഹി, ആരെങ്കിലും ആരുടെയെങ്കിലും ന്യൂനത അതിന്റെ പിന്നാലെ പോയാൽ, അഖീഹിൽ മുസ്ലിം തതബ്ബഅ അല്ലാഹു ഔറതഹു, ഇവന്റെ ന്യൂനതയെ അല്ലാഹുവും പിന്തുടരുന്നതാണ്, അല്ലാഹു വിടൂല. വമൻ തതബ്ബഅ അല്ലാഹു ഔറതഹു, ആരുടെയെങ്കിലും ന്യൂനതക്ക് അല്ലാഹു പിന്തുടർന്നാൽ യഫ്ലഹുഹു, അവനെ അല്ലാഹു വശലാക്കും. വലൗ ഫീ ജൗഫി ബൈതിഹി, ഒരു പക്ഷേ അവന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ. അള്ളാഹ് പുറത്തെടേം കൊണ്ടുപോകണമെന്നില്ല. ഒരു മനുഷ്യനെ വശലാക്കാൻ അള്ളാഹ് തീരുമാനിച്ച വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വശലാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശരിക്കും ഓർമ്മിക്കണം, നമ്മുടെ ഷെയറിങ്, അതുപോലെ നമ്മുടെ കമന്റ്, നമ്മുടെ കോള്, നമ്മുടെ ലൈക്ക് എല്ലാം വിചാരണ വിധേയമാണ്. നാളെ മഹ്ശറയിൽ അള്ളാഹു ചോദിക്കും. നമ്മുടെ ഫോണ്, അതിലൂടെ നമുക്ക് ഇബാദത്ത് ചെയ്യാം, സ്വർഗത്തിലേക്ക് പോകുന്ന പ്രവർത്തികൾ ചെയ്യാം. നമ്മുടെ ഫോണ് അതുകൊണ്ട് നമുക്ക് നരകത്തിലേക്ക് പോകാം, കുറ്റകൃത്യങ്ങൾ ചെയ്യാം. വിചാരണ വിധേയമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിച്ചാൽ നമുക്ക് നല്ലത്. പണ്ടൊക്കെ പിണക്കം, 3 ദിവസം പിണങ്ങിക്കാൻ പറ്റൂല എന്ന് പറയുമ്പോ ചൊടിയാണ് ഓർമ്മ വരിക. ഒന്ന് കൂടിയാ പറയും, ഞാൻ അവന്റെ വീട്ടിൽ കയറൂല. ഇന്നെന്താ? ഇന്നത്തെ ചൊടി ബ്ലോക്കാക്കലാണ്. അതുപോലെ റിമൂവ് ചെയ്യല്. ഈ വീട്ടിൽ കയറൂല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണിത്, മിണ്ടൂല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണിത്. അതിന്റെ അതേ അർത്ഥത്തിൽ നമ്മളത് കാണണം. ഇന്ന് ആളുകൾക്ക് ആഗോളതലത്തിൽ ഒരുപാട് കണക്ഷനുകളുണ്ട്, ബന്ധങ്ങളുണ്ട്. പക്ഷെ അയൽവാസി ഡിസ്കണക്ഷനാണ്, ഒരു ബന്ധമില്ല. ഓൻ മരിച്ചു എന്ന് മനസ്സിലാകല് ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാ, ഫോണിന്റെ സ്വാധീനമാണ്. അങ്ങനെ ബന്ധങ്ങൾ പല രൂപത്തിലുമായി. ഇന്ന് കല്യാണത്തിന്റെ ഏറ്റവും വലിയ പണി എന്താ? തിരക്ക് പിടിച്ച പണി. അടിസ്ഥാനപരമായി അവിടെ നടക്കുന്ന പണി ഫോട്ടോ എടുക്കൽ തന്നെ. വേറെന്താ? ഫോണിന്റെ പണിയാ, അല്ലെങ്കിൽ വീഡിയോ. അതിൽ പെട്ടില്ലെങ്കിലോ വലിയ സങ്കടമാണ്. ഞാൻ അതിലില്ലാതായിപ്പോയി, എന്നോട് പറഞ്ഞില്ല. നമ്മുടെ സഹോദരിമാരൊക്കെ വലിയ സങ്കടമായിട്ട് പറയും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു. ഹയാ എന്ന ഏറ്റവും നല്ല ഗുണം, ലജ്ജ, ഉളുപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊരു തരിമ്പുമില്ലാത്ത അവസ്ഥയിലാക്കി. ആ രൂപത്തിലാണ് മൊബൈൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, പെൺകുട്ടികളോട് വിവാഹത്തിന്റെ സമ്മതം ചോദിക്കുമ്പോ കന്യകകളാണെങ്കിൽ ഇതിനുഹ സുമാത്തുഹ, അവരുടെ സമ്മതം മിണ്ടാതിരിക്കലാണ്. കാരണം അവരൊന്നും പറയൂല. അതാണ് അവരുടെ മാനസികാവസ്ഥ. ഇന്ന് രക്ഷിതാക്കളോട് വന്ന് പെൺകുട്ടികൾ പറയാ, എനിക്ക് ഇന്നോനെ ഇഷ്ടാണ്, അത് പറ്റൂല മോടെ, നമ്മുടെ കുടുംബത്തിന് അത് ചേരൂല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലോ, ഞങ്ങൾ അങ്ങനെ ഉറപ്പിച്ചു പോയി. ഒന്നുകൂടി കടന്നു പറഞ്ഞ വേറെന്തെങ്കിലും പറഞ്ഞു കളയോ എന്ന പേടിയില്ല രക്ഷിതാക്കൾ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഏതിലൂടെയാണ് രൂപപ്പെടുന്നത്? ഫോണിലൂടെയാണ്. ഫോണിന്റെ വിഷയത്തിൽ അതീവ ഗൗരവത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും സമൂഹത്തിന്റെ ബോധവൽക്കരണം നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പഴയ കാലങ്ങളിൽ നമ്മൾ പഠിച്ചു വെച്ച കുറ്റകൃത്യങ്ങൾ മാത്രമല്ല ഇന്നത്തെ കുറ്റകൃത്യങ്ങൾ. നാം മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത്.
സോഷ്യൽ മീഡിയക്ക് ആധിപത്യമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് വഴി വരുന്ന നന്മകളും കുറ്റകൃത്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി മക്കളെ പ്രധാനമായി ബോധവൽക്കരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ ഇതുകൂടി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഫോണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവമായി മാറി എന്ന് പറഞ്ഞാൽ തെറ്റാകുമെന്ന് തോന്നുന്നില്ല. സകല മേഖലകളെയും നിയന്ത്രിക്കുന്ന ഒരു ഉപകരണമായത് മാറി. സാമ്പത്തികമായാലും പലിശ ഇടപാടായാലും ബാങ്ക് ഇടപാടായാലും അതുപോലെ ബിസിനസ്സുകളായാലും സമ്പാദിക്കലായാലും ചെലവാക്കലായാലും ബില്ലടക്കലായാലും ഭക്ഷണം വാങ്ങലായാലും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇന്ന് നടക്കുന്നത് ഫോണിലൂടെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗമാണ്. നമുക്ക് ഉപയോഗിക്കാനുള്ള എല്ലാം അതിലുണ്ട്. ക്യാമറയുണ്ട്, ടോർച്ചുണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, എന്തൊക്കെ വേണോ എല്ലാം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആധുനിക പണ്ഡിതന്മാർ ഫോണിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അതിന്റെ മതവിധികൾ പറയേണ്ടി വന്നിരിക്കുകയാണ്. ഒരുപാട് മതവിധികൾ പണ്ട് കാലത്തില്ലല്ലോ. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തന്നെ ഇന്നത്തെ ഫിഖ് കർമ്മശാസ്ത്ര വിധികൾ ഒരുപക്ഷെ പണ്ടുണ്ടാകണമെന്നില്ല. കാരണം ഇസ്ലാം കാലികമാണ്, ലോകാവസാനം വരെ ഉള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. നമസ്കാരത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം, ഫോണിന്റെ കാര്യം ഓഫാക്കി വെക്കണം. ഇനി അതല്ലെങ്കിൽ സൈലന്റ് ആക്കി ആർക്കും ശല്യമില്ലാത്ത രൂപത്തിൽ അത് ഉപയോഗിക്കണം. ഇനി അഥവാ മറന്നുപോയി, ബെല്ലടിഞ്ഞു, എന്നാൽ എന്താ ചെയ്യുക? അപ്പോ ഓഫാക്കണം. കൂടുതൽ ചലനമില്ലാതെ അത് ഓഫാക്കണം. എന്നാൽ ചില ആളുകള് മൊബൈൽ എടുത്ത് ഓഫാക്കുമ്പോ ആരാ വിളിച്ചത് എന്ന് കൂടി ഒന്നങ്ങ് നോക്കിക്കളയും. അത് വേണ്ട, നിസ്കാരത്തിലാണ്, അത് ഓഫാക്കുക. മറ്റുള്ളവരുടെ നമസ്കാരം ഏതായാലും ബാത്തിലാകില്ലല്ലോ. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ചിലർക്ക് സംശയമാണ്, അതിൽ ഖുർആൻ ഉണ്ടല്ലോ, ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? കുഴപ്പമില്ല, പക്ഷെ പോകുന്ന സമയത്ത് ഖുർആൻ ഓപ്പണായി നിൽക്കുന്ന അവസ്ഥയുണ്ടാകരുത്. ഫുഖഹാക്കൾ നമ്മോട് പറഞ്ഞു തരിക, ഖുർആനിന്റെ പേജുള്ള കടലാസുള്ള ഖുർആനിന്റെ വിധി ഇതിന് ബാധകമല്ല. അതുകൊണ്ട് അതിന്റെ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നമസ്കാരത്തിൽ, സുന്നത്ത് നമസ്കാരത്തിൽ, തഹജ്ജുദ് നമസ്കാരത്തിൽ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യണം ദീർഘനേരം എന്ന ആഗ്രഹമുണ്ടായി. കൂടുതൽ ചലനമില്ലാതെ അതിൽ നോക്കി ഓതുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഫുഖഹാക്കൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പരമാവധി ഈ ഫോട്ടോ എടുക്കലും ഇബാദത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇബാദത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളയുന്നത് നല്ലോണം സൂക്ഷിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു ആധുനിക ഉപകരണം, ഇതത്ര വലിയ പ്രശ്നമുള്ള സംഗതിയൊന്നും അല്ല എന്ന രൂപത്തിൽ ഫോണിനെ കാണരുത്. അപകടകരമാണ്, ആഖിറം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ് എന്ന ഓർമ്മയോടുകൂടി നാം അതിനെ ഉപയോഗിക്കണം. ആ രൂപത്തിൽ അതിനെ കാണാനും അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ അത് ഉപയോഗപ്പെടുത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഫോണിന്റെ
എല്ലാവിധ ഷർറുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അഭിമാനത്തെയും അള്ളാഹു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ആരുടെ ഇടയിലും വഷളായി പോകുന്ന അവസ്ഥയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. നിന്റെ മഹത്തായ കാവൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എവിടെയും തല ഉയർത്തി നിൽക്കാൻ, ഇസ്സത്തോടെ ജീവിക്കാൻ, പ്രതാപത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നീ തൃപ്തിപ്പെടുന്നത് ചെയ്യാൻ, അത് വിശ്വസിക്കാൻ, അതുതന്നെ പറയാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അപാകതകൾ പുറത്ത് അനുഗ്രഹിക്കണേ അള്ളാഹുവേ, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് മുസ്ലിമായി ജീവിച്ച അവസാനം കലിമ ചൊല്ലി ഈമാനോടെ മരണപ്പെടുന്ന വിശ്വാസികളിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഖബറിടം നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ, സ്വർഗീയമാക്കണേ റഹ്മാനെ. പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, വാർദ്ധക്യമുള്ളവരുണ്ട്, മാതാപിതാക്കളുണ്ട്. അള്ളാഹുവേ, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.